ഒന്ന് മനസ്സിലാക്കണം, സ്വർണ്ണപ്പാളി 30 കിലോയോളം ഒരു വ്യവസായി ആരാന്ന് നിങ്ങൾക്കറിയാം. മല്ലയ്യ മന്ത്രി ശക്തമായിട്ട് നിൽക്കുന്നു, പിണറായി വിജയൻ ശക്തമായിട്ട് നിൽക്കുന്നു, ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും നിൽക്കുന്നു. അങ്ങനെ ഒരേ മനസ്സോടും കൂടി ഗവൺമെൻറ്റും ഭരണാധികാരികളും ഒന്നിച്ച് നിൽക്കുമ്പോൾ അങ്ങനെ അയ്യപ്പന് ഭക്തം കൊടുക്കുന്ന സമ്പത്ത് ആരും മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല. അദ്ദേഹത്തിന് 1-ാം കാലം കഴിഞ്ഞ് 2-ാം കാലം കഴിഞ്ഞ് 3-ാം കാലം വരും. അത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ടി വി ഇപ്പോൾ മുഴുവൻ സ്വർണ്ണപ്പാളിയാണ്. പക്ഷേ ഈ ശബരിമലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതിനകത്ത് ചൂഷണം മോഷണം തുടങ്ങിയതല്ല. ഒരുപാട് കൊല്ലങ്ങളായി. ഇപ്പോഴാണ് കണ്ടുപിടിച്ചെന്നേ ഉള്ളൂ. അത് സ്വർണ്ണപ്പാളി ആയതുകൊണ്ട് പിടിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ 2251 ക്ഷേത്രങ്ങളാണുള്ളത്. അത് 51 ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തതയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 1200ഓളം ക്ഷേത്രങ്ങൾ ഇന്ന് അതിൻ്റെ നിത്യനിർവ്വഹണങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തന്നെ ശബരിമല ഭഗവാന്റെ വരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ വരുമാനം കൊണ്ട് മാത്രം നടന്നുകൊണ്ടിരിക്കുകയും എന്നാൽ ഈ 1200ഓളം ക്ഷേത്രങ്ങളിലും എല്ലാം സുതാര്യമായും ഭംഗിയായി നടക്കുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അതിൻ്റെ വരുമാനങ്ങളെല്ലാം സുതാര്യമാണോ, ഭംഗിയായിട്ടാണോ കാലാകാലങ്ങളിൽ നടക്കുന്നതെന്ന് അതിൻ്റെ ഭരണകർത്താക്കളും ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നതല്ല. അങ്ങനെ ശ്രദ്ധിച്ചാൽ തന്നെ ഇന്ന് അതിനകത്തു നിന്നുള്ള വരുമാനം ഇന്ന് ഉള്ളതിൻ്റെ ഇരട്ടിയാകും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, സ്വർണ്ണപ്പാളി 30 കിലോയോളം ഒരു വ്യവസായി ആരാന്ന് നിങ്ങൾക്കറിയാം. മല്ലയ്യ കൊടുത്തത് ആ സാധനം അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ 30 കിലോ എന്ന് പറഞ്ഞാൽ എത്ര കോടിയാണ്. അത് ഓടിപ്പോകുന്ന സാധനമോ പറന്നു പോകുന്ന സാധനമോ അല്ല. ആ സാധനം ഇപ്പോൾ കൊണ്ടുപോകാനില്ല, എടുത്തവനില്ല, കൊടുത്തവനില്ല, മേടിച്ചവനില്ല. എന്തൊരു അഴിമതിയാണ്! ഈ അഴിമതി ആര് എവിടെ ആരുടെ കാലത്ത് നടത്തി, ഇന്ന് ഇരിക്കുന്ന ഭരണകാലത്ത് നടത്തി നമുക്ക് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് നടന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിൻ്റെ കാലത്താണ് പലതും നടന്നത് എന്ന് പറയുന്നു. ശരിയോ തെറ്റോ ആകട്ടെ, ഇതിനെപ്പറ്റിയെല്ലാം സമഗ്രമായൊരു അന്വേഷണം നടത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതെന്ന് മാത്രമല്ല ശബരിമല വരുമാനത്തിലും അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി നഷ്ടപ്പെടുത്തുന്നതിനെ പറ്റിയെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ അടിയന്തരമായി അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുവാനുള്ള ഒരു നടപടി ശക്തമായി ഈ ഗവൺമെൻറ് സ്വീകരിക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അതിൻ്റെ ജീവനക്കാർക്ക് തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി തന്നെയുള്ള ചില സൂചനകളൊക്കെ വരുന്നത്. ചെമ്പ് എന്നുള്ളതാണ് കൊണ്ടുപോകുന്ന സമയത്ത് 2019 ഞാൻ ചോദിക്കട്ടെ, ചെമ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ താഴെ സ്വർണ്ണം എന്തേ? ചെമ്പ് കൊണ്ടുപോയി എന്ന് പറയുന്നു, മാസ്റ്ററിൻ ചെമ്പാണെന്ന് പറയുന്നത്. അതിന് മുകളിലിരുന്ന സ്വർണ്ണപ്പാളി എന്തേ? മല്ലയ്യ കൊടുത്ത കാലത്ത് ആ 30 കിലോ സ്വർണം പറഞ്ഞ പാളികളാക്കി ഇതെല്ലാം പൊതിഞ്ഞിരുന്നതല്ലേ. അപ്പോൾ അത് പാളി ഇല്ലാതാക്കി എടുത്തിട്ട് അതിൻ്റെ താഴെയുള്ള ചെമ്പ് തകിട് മാത്രം കൊടുത്തയച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അതിന് എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും? അതിൻ്റെ കുറ്റക്കാരാര് എന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ സത്യവും വെളിപ്പെടുത്തണം. ഈ ദേവസ്വം ബോർഡ് തന്നെ നമുക്ക് നടത്തി നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ ഇതൊരു കരിനിഴൽ വീഴ്ത്തുന്ന സംഭവമായി പോയത് ഇല്ല, ഒരു കരുതലില്ല. ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഇതൊരു നല്ലൊരു നിമിത്തമല്ലേ ഇത്? ആഗോള സംഗമം ഇത് നടത്തിയതോടുകൂടി ഇതിന് ആഗോളതലത്തിൽ ഇപ്പോൾ തന്നെ ഇത് ഒരു വലിയൊരു കള്ളത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചത് തന്നെ നല്ലൊരു സംഭവം, ഒരു ഐശ്വര്യവും അല്ലേ അത്? സംഗമത്തിലൂടെയാണ് ഈ കള്ളത്തരം പുറത്തു വന്നതാണോ? അത് സംഗമം നടക്കുന്ന കാലഘട്ടത്തിൽ ഇതിക്ക് മുമ്പ് ആരും കണ്ടില്ലല്ലോ, ഇപ്പോഴല്ലേ കണ്ടുപിടിച്ചത്. അത് തന്നെ നല്ലൊരു നിമിത്തമല്ലേ? അതിപ്പോൾ എല്ലാവരും അത് ഏറ്റെടുത്തിരിക്കുകയല്ലേ. ആ കുറ്റം ആരുടെയിലാണ് എന്ന് കണ്ടുപിടിക്കണമെന്ന് ഗവൺമെൻറ്റും വളരെ ശക്തമായിട്ട് നിൽക്കുന്നു, ദേവസ്വം മന്ത്രി ശക്തമായിട്ട് നിൽക്കുന്നു, പിണറായി വിജയൻ ശക്തമായിട്ട് നിൽക്കുന്നു, ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും നിൽക്കുന്നു. അങ്ങനെ ഒരേ മനസ്സോടും കൂടി ഗവൺമെൻറ്റും
ഭരണാധികാരികൾ ഒന്നിച്ചിരിക്കുമ്പോൾ ഇങ്ങനൊരവസ്ഥ നിൽക്കുമ്പോൾ ഉണ്ടായില്ല. കൊണ്ടുപോയിട്ട് കാണാതെ പോയിട്ടും കൊല്ലങ്ങൾ കുറേയായി. ഇതിക്ക് മുമ്പ് ഒരുപാട് ഈ അയ്യപ്പൻ്റെ അവിടെ ഒരുപാട് ചടങ്ങുകളും അതുപോലെ തീർത്ഥാടനമൊക്കെ നടന്നത്. ഇതൊരു ചർച്ചയായില്ല, കണ്ടില്ല, ആരും പറഞ്ഞില്ല. ഇപ്പോഴല്ലേ കണ്ടത്. അല്ല, അവരറിയേണ്ടതാണ്. സർക്കാരിനൊക്കെ ഏറ്റവും ഉത്തരവാദിത്വം ആർക്കാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുമാണ്. അവരല്ലേ ഇത് ശ്രദ്ധിക്കേണ്ടതും നോക്കേണ്ടതും. മാത്രമല്ല ഹൈക്കോടതിയെ വഞ്ചിക്കുകയല്ലേ. എന്ത് ചെയ്യണമെങ്കിലും ഹൈക്കോടതിയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് മാത്രം ഓരോന്നും ചെയ്യണമെന്നുള്ള നിയമവും ചട്ടങ്ങളും ഇരിക്കെ അതെല്ലാം ലംഘിച്ചുകൊണ്ടല്ലേ ചെയ്തത്. ആരുടെ കാലത്ത് എപ്പോൾ ചെയ്തു എന്ന് അന്വേഷിച്ച് അതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരട്ടെ. ഇതോ വീഴ്ച നല്ല മോട്ടിച്ചെന്ന് പറയല്ലേ ഉണ്ട് നല്ലത്. വീഴ്ചയാണ്. സ്വർണ്ണം എടുത്തു മാറ്റിയത് വീഴ്ചയാണ്. അടിച്ചു മാറ്റിയതാണ്, മോഷ്ടിച്ചതാണ്. ഉദ്യോഗസ്ഥരെ കാണുമെന്നുള്ള ഉറപ്പല്ലേ ഒരാളെ കൊണ്ട് സാധിക്കുന്നതാണ്. ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയോടുകൂടി നടത്തിയ വലിയൊരു സ്വർണ്ണക്കൊള്ളയാണ്. അത് സർക്കാർ കണ്ടുപിടിക്കണം. അതുപോലെ കോടതി അതിന് ശക്തമായ നടപടി നടത്തണം. അതങ്ങനെ അയ്യപ്പന് ഭക്തം കൊടുക്കുന്ന സമ്പത്ത് ആരും മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല. അതിന് ശക്തമായ നടപടി നടത്തണമെന്ന് എല്ലാ അയ്യപ്പ ഭക്തന്മാരും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതൊക്കെ രാഷ്ട്രീയമാണ്. ദേവസ്വം മന്ത്രി രാജിവെച്ചുകൊണ്ട് വല്ലതും വരും. അദ്ദേഹം ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം അതിലെ പറയാൻ രാജിവെച്ചുകൊണ്ട് പ്രശ്നം തീരുവാ. പിണറായി രാജിവെക്കണമെന്ന് പറയായിരുന്നു, ഭാഗ്യമായിപ്പോയി. സർക്കാരിന് ഇപ്പോൾ വന്ന് ഉത്തരവാദിത്വം അതല്ലേ ഇപ്പോൾ കണ്ടുപിടിച്ചത്. ആ ഉത്തരവാദിത്തമല്ലേ അവർ നടത്താൻ പോണത്. എന്നാൽ ഞാൻ ഇവിടെ ഇതിക്ക് മുമ്പ് ഇരുന്നവരാ. അതെ, 19 തൊട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളവർ ആരൊക്കെ ഇരുന്ന ആ കാലത്തെല്ലാം ആ കാലത്ത് ഇരുന്നവരെല്ലാം അന്വേഷിക്കണ്ടേ. അപ്പം അന്വേഷിച്ചിട്ട് ഒരു കാര്യം കണ്ടുപിടിച്ച ഉടനെ ആ മന്ത്രി രാജീവ്, അതൊക്കെ ഈ രാഷ്ട്രീയ പ്രേരിതമായ രാഷ്ട്രീയ അഭിപ്രായമായിട്ടല്ലാതെ അതിന് ഒരു വിലയും കൽപ്പിക്കാൻ സാധിക്കില്ല. പിണറായി സർക്കാരിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു സംഭവം നടന്നത്, 2019. അതാണ് ഏറ്റവും അദ്ദേഹം ഇനി 1-ാം കാലം കഴിഞ്ഞ് 2-ാം കാലം കഴിഞ്ഞ് 3-ാം കാലം വരും. അത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.